മഹാനായ അല്ലാമ ഇബ്നു റജബുൽ ഹംബലി അവരുടെ അഭിപ്രായവും മഹാനായ ഇസ്സ് ഇബ്നു അബ്ദിസ്സലാം, രണ്ട് പ്രഗത്ഭരായ രണ്ട് ആലിമീങ്ങളുടെ അഭിപ്രായമാണ് എന്താണ് ബിദ്അത്ത് എന്ന് മനസ്സിലാക്കി തരുന്നത്. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ ഇടക്കിടക്ക് മറ്റേ ഫുലാന് മറുപടി, ഇയാൾക്ക് മറുപടി, എന്ത് ബിദ്അത്ത്, സുന്നത്തായ ബിദ്അത്ത് ഉണ്ടോ ഇല്ലേ, ഇതൊന്നും ഇനി പറയാൻ നിൽക്കണ്ട, ഇത് കേൾക്കുക. സുന്നത്തായ ബിദ്അത്ത് ഉണ്ടോ ഇല്ലയോ, സുന്നത്ത് പോകട്ടെ 5 തരം ബിദ്അത്തുകളുണ്ട് എന്ന് പറഞ്ഞ മഹാനാണ് ഇസ്സ് ഇബ്നു അബ്ദിസ്സലാം. ഇസ്സ് ഇബ്നു അബ്ദിസ്സലാം എന്ന മഹാൻ ആരാണെന്നറിയണം. ദിമഷ്കിയായ ശാഫിഈയായ മുജ്തഹിദായ ഇമാമാണ് മഹാനായ ഇസ്സ് ഇബ്നു അബ്ദിസ്സലാം. മഹാനവറുകൾ അറിയപ്പെടുന്ന 2 പേരുണ്ട്. ഒന്ന് ശൈഖുൽ ഇസ്ലാം അല്ലെങ്കിൽ സുൽത്താനുൽ ഉലമാ. AD 1181 മുതൽ 1262 ഈ കാലഘട്ടം ജീവിച്ചുപോയ ദിമഷ്കിയായ ഈജിപ്തുകാരനായ, ജന്മം കൊണ്ട് ഡമസ്കസുകാരനാണ്, ഷാമിയാണ് മഹാനായ ഇസ്സ് ഇബ്നു അബ്ദിസ്സലാം എന്നവർ എന്താണ് ബിദ്അത്തിനെ കുറിച്ച് പറഞ്ഞത്? ഇതാണ് ഒരഭിപ്രായം. ഇസ്സ് ഇബ്നു അബ്ദിസ്സലാം തങ്ങൾ പറഞ്ഞു, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അൽ ബിദ്അത്തു, മഹാനവറുടെ കിതാബാണ് ഖവാഇദുൽ അഹ്കാം ഫി മസാലിഹിൽ അനാം. ഇസ്സ് ഇബ്നു അബ്ദിസ്സലാം തങ്ങളുടെ 2ാം വോള്യം 204-ാമത്തെ പേജ്. മഹാനായ ഇസ്സ് ഇബ്നു അബ്ദിസ്സലാമിന്റെ അഭിപ്രായമാണ് ബിദ്അത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ ആദ്യം കണക്കാക്കപ്പെടുന്നത്. പിന്നെ ഇബ്നു റജബുൽ ഹംബലിയുടെ, മഹാനായ സൈനുദ്ദീൻ അബുൽ ഫറജുൽ ബഗ്ദാദി ഇബ്നു റജബുൽ ഹംബലിയുടെ അഭിപ്രായം. 2 അഭിപ്രായങ്ങൾ എന്താണ്? അൽ ബിദ്അത്തു, ബിദ്അത്ത് എന്ന് പറയുന്നത് ഫിഅലു മാ ലം യുഅഹദ് ഫി അസ്രി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ മുൻഖസിമത്തുൻ ഇലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ചെയ്യാത്തതിനെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, നബിയുടെ കാലത്തില്ല, ഇതുപോലെ സ്റ്റേജ് അന്നില്ല, ഇതുപോലെ കെട്ടിടവും കോളേജും അന്നില്ല. ഈ ബിദ്അത്ത് ആര് പറയുന്നു? മഹാനായ സുൽത്താനുൽ ഉലമാ ഇസ്സ് ഇബ്നു അബ്ദിസ്സലാം. ഈ ബിദ്അത്ത് വിവിധ ഇനങ്ങളുണ്ട്. ബിദ്അത്തുൻ വാജിബ വബിദ്അത്തുൻ മുഹറമ വബിദ്അത്തുൻ മൻദൂബ വബിദ്അത്തുൻ മക്റൂഹ വബിദ്അത്തുൻ മുബാഹ. 5 ബിദ്അത്തുകൾ വരും. ഒന്ന് നിർബന്ധമായും ചെയ്യേണ്ട ബിദ്അത്ത്, വബിദ്അത്തുൻ മുഹറമ ഹറാമായ ബിദ്അത്ത്, വബിദ്അത്തുൻ മൻദൂബ സുന്നത്തായ ബിദ്അത്ത്, വബിദ്അത്തുൻ മക്റൂഹ കറാഹത്തായ ബിദ്അത്ത്, വബിദ്അത്തുൻ മുബാഹ ഹലാലായ ബിദ്അത്ത്. ഇങ്ങനെ 5 വിധം വരുന്നുണ്ട്. എന്നിട്ട് ഇസ്സ് ഇബ്നു അബ്ദിസ്സലാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, എങ്ങനെയാണ് ബിദ്അത്ത്? ഹറാമോ ശിർക്കോ കുഫറോ? എന്താണ് ബിദ്അത്തിനെ സംബന്ധിച്ച് പറയേണ്ടത്? ഫഇൻ ദഖലത് ഫീ ഖവാഇദിൽ ഈജാബി ഫഹിയ വാജിബ. നിർബന്ധമായ ഒരു വിഷയം പോലെയാണോ ആ വിഷയമുള്ളത്? നബി ചെയ്തില്ല, പക്ഷേ നിർബന്ധമായും ചെയ്യേണ്ട ഒരു വിഷയമാണെങ്കിൽ ആ ബിദ്അത്ത് നിർബന്ധ ബിദ്അത്താണ്. ഹറാമിന്റെ കാറ്റഗറിയിൽ വരുമോ? അത് ഹറാമ് തന്നെയാണ്. റബീഉൽ അവ്വലിന്റെ പേരിലോ മഹാന്മാരുടെ ഉറൂസിന്റെ പേരിലോ അനാചാരങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്, അത് ഹറാമ് തന്നെ, അത് പറയേണ്ടതില്ല. പക്ഷേ ഹലാലായ അനുവദിക്കപ്പെടുന്ന ശർഅ് മൊത്തത്തിൽ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത വിഷയങ്ങൾ വരുമ്പോൾ അതിനെ ബിദ്അത്ത് എന്ന ഒരൊറ്റ വാക്കിലൂടെ അത് പാടില്ലാത്തതാണെന്ന് പറയല്ലേ. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ അഭിപ്രായമാണ് സ്വീകരിക്കുന്നത്. നബവി തങ്ങൾ ആ അഭിപ്രായം പറഞ്ഞത് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ ഹൈസു ഖാൽ വകുല്ലു മാ ലം യകുൻ ഫീ സമനിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം നബവി തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ലാത്തതെല്ലാം യുസമ്മാ ബിദ്അ, അതിന് ബിദ്അത്ത് എന്നാണെന്ന് പറയാം. ലാകിൻ മിൻഹ, എന്നാൽ അതിൽ മാ യകൂനു ഹസനൻ, നല്ലതുണ്ട്, വമിൻഹാ മാ യകൂനു ബിഖിലാഫി ദാലിക, നല്ലതല്ലാത്തതുമുണ്ട്. ആര് പറഞ്ഞു? ഇമാം നബവി റളിയല്ലാഹു അൻഹു. നബവി തങ്ങളാ പറഞ്ഞത് ബിദ്അത്ത് 2 എണ്ണമുണ്ട്. നബവി തങ്ങളോട് ഇബ്നു തൈമിയ്യയെ മുട്ടിക്കാൻ നോക്കണ്ട, ഇബ്നു അബ്ദുൽ വഹാബുമായി മുട്ടിക്കാൻ യോഗ്യതയില്ല ഇമാം നബവി തങ്ങളോട് മുട്ടാൻ അവരാർക്കും. നിങ്ങൾ മദ്ഹബുകൾ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ ഇബ്നു തൈമിയ്യയെ അംഗീകരിക്കുന്നുണ്ട്. മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ സ്വീകരിക്കുന്നത് ഇബ്നു ഉസൈമീനും ഇബ്നു ബാസും കൊടുത്ത ഫത്വകളാണ്. അത് തഖ്ലീദല്ലയോ? അതൊരു പണ്ഡിതനെ പിൻപറ്റലല്ലേ?
അങ്ങനെ നിങ്ങൾക്ക് ഈ അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരെ പിൻപറ്റാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ പിൻപറ്റുന്നത് ഖൈറുൽ ഖുറൂനിൽ കഴിഞ്ഞുപോയ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെയാണ്. അതുകൊണ്ട് കുറ്റം പറയല്ലേ. അതുകൊണ്ട് ഈ വിശ്വാസം പുലർത്തുന്ന ആളുകൾ ചെയ്യുന്നത് എല്ലാം തെറ്റാണെന്ന് പറയല്ലേ. നബിതങ്ങളുടെ കാലത്തില്ലാത്തതിനെ മുഴുവൻ അറബ് ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറയും. എന്നാൽ കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്ന ഹദീസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പണ്ഡിതന്മാർ ഇതിനർത്ഥം വെക്കുന്നത്. ആ വാക്കിലും കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറഞ്ഞാൽ കുല്ലു ബിദ്അത്തിൻ ലാ യുവാഫിഖു ശരീഅ, ശരീഅത്തിന്റെ നിയമത്തോട് യോജിക്കാത്ത എല്ലാ ബിദ്അത്തും ളലാലത്താണ്, പിഴച്ചതാണ് എന്നല്ലാതെ മലയാളം അർത്ഥം വെച്ചിട്ട് ഹദീസിന് അർത്ഥം പറയല്ല, മലയാള പരിഭാഷ വായിച്ചിട്ട് ഹദീസിന് അർത്ഥം പറയല്ല. ഹദീസ് പണ്ഡിതന്മാർ എങ്ങനെയാണ് അർത്ഥം വെച്ചത്? എന്നാൽ നമ്മുടെ തർക്കം തീരൂലേ? നമ്മുടെ വാട്സപ്പ്, നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ അനാവശ്യമായ കണ്ടവനും കേട്ടവനും ഇറങ്ങി പറയുന്നതാണ് ബിദ്അത്ത്, ശിർക്ക്, കുഫർ എന്ന് പറഞ്ഞിട്ട്. ഇമാമിയങ്ങൾ എന്താണ് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത്? ഇതാണ് ബിദ്അത്തിലെ ഒരഭിപ്രായം. ബിദ്അത്ത് 5 എണ്ണമുണ്ട്. നിർബന്ധമായി ചെയ്യേണ്ട ബിദ്അത്തുണ്ട്, ഹറാമുണ്ട്, സുന്നത്തുണ്ട്, കറാഹത്തുണ്ട്, ഹലാലുണ്ട്. ആര് പറഞ്ഞു? സുൽത്താനുൽ ഉലമാ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു. ഇനി പറയുന്ന രണ്ടാമത്തെ അഭിപ്രായമുള്ളത് ശറഇൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമങ്ങളിൽ അടിസ്ഥാനമില്ലാത്തത്, അതിനെയെല്ലാം ബിദ്അത്ത് എന്നാണ് പറയാ. ഇസ്ലാമിക നിയമങ്ങളിൽ എന്തെങ്കിലും പ്രമാണങ്ങളുടെ പിൻബലമുണ്ട്, നബിതങ്ങളോ സ്വഹാബികളോ ചെയ്തിട്ടില്ല, ശരി തന്നെ, ആദ്യ നൂറ്റാണ്ടുകൾ ചെയ്തിട്ടില്ല, ശരി തന്നെ. എന്നാൽ ശറഇന്റെ പിൻബലമുണ്ടെങ്കിൽ അതിനെ ബിദ്അത്ത് എന്ന് വിളിക്കാനേ പാടില്ല. അതാണ് രണ്ടാമത്തെ അഭിപ്രായം. മഹാനായ ഇബ്നു റജബുൽ ഹംബലിയാണത് പറയുന്നത്. ഹിജ്റ 736 ജനിച്ച മഹാനായ ബഗ്ദാദിയായ സൈനുൽ ആബിദീൻ സൈനുദ്ദീൻ അബുൽ ഫറജ് ഇബ്നുൽ ജൗസി മില്യൺ കണക്കിന് പേജുകൾ കിതാബ് എഴുതിയ ഹംബലി മദ്ഹബുകാരനാണ് മഹാനായ ഇബ്നുൽ ജൗസി തങ്ങൾ. മില്യൺ കണക്കിന് പേജുകൾ. കറാമത്തുണ്ടായ മഹാനാണ്. കുളിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കുന്ന നേരത്ത്, തണുപ്പുള്ള കാലത്ത്, ഞാൻ പേന ചുരണ്ടിയ വേസ്റ്റ് കൊണ്ടാണ് നിങ്ങൾ എന്റെ വെള്ളം മയ്യത്ത് കുളിപ്പിക്കാൻ എങ്ങാനും തണുപ്പ് കാലത്താണ്, ഐസുറഞ്ഞ നാട്ടിലാണ്, സമയത്താണ് മരിക്കുന്നതെങ്കിൽ എന്റെ പേന ചുരണ്ടാൻ ഉപയോഗിച്ച വേസ്റ്റാണ് നിങ്ങൾ എന്റെ വെള്ളം ചൂടാക്കാൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു ചെമ്പ് മുഴുവൻ വെള്ളം ചൂടാക്കിയിട്ടും മഹാനവരുടെ പേനയുടെ വേസ്റ്റ്, മഹാനവറുകൾ എഴുതാൻ ഉപയോഗിച്ച പേനയുടെ വേസ്റ്റ് തീർന്നിട്ടില്ലായിരുന്നു. അത്രയും പ്രഗത്ഭനായ ആലിം മഹാനായ ഇബ്നുൽ ജൗസി തങ്ങൾ അബുൽ ഫറജ് അൽ ബഗ്ദാദി മഹാനവറുടെ അഭിപ്രായമാണ് രണ്ടാമത്തേത്. അതാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ ഉപയോഗിക്കുന്നത്. നബിതങ്ങളുടെ കാലത്തില്ലാത്തതിനെ മുഴുവൻ ബിദ്അത്ത് എന്ന് പറയരുതെന്നും, നബിതങ്ങളുടെ കാലത്തില്ലാത്തത് എന്നാൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളോട് എതിരായത് അതിനെ മാത്രമേ ബിദ്അത്ത് എന്ന് പറയാൻ പാടുള്ളൂ. ഇതാണ് ബിദ്അത്തിനെ കുറിച്ചുള്ള 2 പ്രഗത്ഭമായ അഭിപ്രായം. ഇനി നമ്മൾ കടന്നു വരിക കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറയുമ്പോൾ വഹിയൽ മുറാദത്തു മിൻ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കിൽ നിന്ന് കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും പിഴച്ചതാണ്, ഈ ഉമ്മത്തിൽ പുതുതായി ഉണ്ടാവുന്നതെല്ലാം പിഴച്ചതാണ് എന്നല്ല അതിനർത്ഥം കൊടുക്കേണ്ടത്. പിന്നെയോ മുൻഗാമികളിലില്ല, എന്നാൽ ഇസ്ലാമിന്റെ പ്രമാണത്തോട് യോജിക്കുന്നില്ല, ഇസ്ലാമിന്റെ നിയമങ്ങളോട് എതിരാണ്, നബി ചെയ്യരുത് എന്ന് പറഞ്ഞതാ ചെയ്യുന്നത്, അത് ബിദ്അത്താണ്, അത് ളലാലത്താണ്, ബിദ്അത്തുൻ മുഹറമത്താകും, ബിദ്അത്ത് മക്റൂഹത്താകും. അത് ഇങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. എവിടുന്നാണ് നമുക്ക് മനസ്സിലായത്? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ തങ്ങൾ ഉദ്ധരിക്കുകയാണ്, سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.